വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ.ബി. ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് പിന്നാലെ മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുറത്തുമെന്നും ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മന്ത്രിമാരായിരുന്ന ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ എന്നിവർ രാജിവെച്ച ഒഴിവിലാണ് ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായത്. രാമചന്ദ്രൻ കടന്നപ്പള്ളി സഗൗരവം പ്രതിജ്ഞയെടുത്തപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ ദൈവനാമത്തിലാണ് പ്രതിജ്ഞ ചൊല്ലിയത്. ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് പിന്നാലെ മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റം വരുത്തി. തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകിയില്ല. വി.എൻ. വാസവനാണ് സഹകരണ വകുപ്പിനൊപ്പം തുറമുഖ വകുപ്പിന്റെയും ചുമതല. രജിസ്ട്രേഷൻ, പുരാവസ്തു, മ്യൂസിയം എന്നീ വകുപ്പുകളാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകിയത്. അതേസമയം വകുപ്പ് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്കാണ് അധികാരമെന്നും ഏത് വകുപ്പ് നൽകിയാലും സന്തോഷമെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഏത് വകുപ്പാണ്, ആർക്കാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത് അതൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരി അദ്ദേഹമാണ്. ആ മുഖ്യമന്ത്രി ഏത് വകുപ്പ് തന്നാലും ശരി ആ വകുപ്പിനോട് നീതി പുലർത്തുക, അത് വളരെ ഭംഗിയായി നടത്താൻ കഴിയാവുന്ന കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നല്ലാതെ വേറെ അത്ഭുതങ്ങളും ഇല്ലാത്തതൊന്നുമില്ല. ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിന് തന്നെയാണ്. സിനിമ കൂടി തനിക്ക് നൽകണമെന്ന് ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇക്കാര്യം അംഗീകരിച്ചില്ല. ഗതാഗത വകുപ്പിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരുമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കി. ജീവനക്കാരെ അധ്വാനിച്ചു കൊണ്ടിരുന്ന പണം ഒരു സ്ഥലത്തും പാഴായി പോകാൻ സമ്മതിക്കില്ല. അതായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫോർമുല. അത്രയേ ഉള്ളൂ. എല്ലാ ഓട്ടകളും അടയ്ക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.